ഹലോ, ഗുഡ് മോർണിംഗ്. ഫാംഗോസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് താമസിച്ചാണ് കേട്ടോ ഞങ്ങൾ എഴുന്നേറ്റേ. കാരണം ഞാൻ ഇന്ന് പള്ളിയിലൊക്കെ പോയി. ഇന്ന് അവധി ദിവസമല്ലേ, മോള് ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന് എല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ജനലൊക്കെ തുറന്നിട്ടു. തലേദിവസം കള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയും ചോറും ഈസ്റ്റും കൂടെ ഞാൻ അരച്ച് വെക്കുള്ളൂ. രാവിലെ തേങ്ങ ചേർക്കുള്ളൂ. അപ്പോൾ കള്ളപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്തു, 4 ഉള്ളിയും ചേർത്ത് അതൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കും. അതിനുശേഷം 4 തേങ്ങ ഞാൻ ചേർത്തിരിക്കുന്ന കള്ളപ്പത്തിന് 2 ഗ്ലാസ് അരിയെ ഞാൻ ഇട്ടത്. അതുകൊണ്ട് 2 ഗ്ലാസ് അരിക്ക് 4 തേങ്ങ, അതാ കണക്ക് കള്ളപ്പത്തിന് കേട്ടോ. എന്നാലും നല്ല മയം വരുള്ളൂ. അപ്പം മുട്ട പുഴുങ്ങി വെച്ചത് കൊച്ചു മുട്ടയുടെ തോടൊക്കെ പൊളിക്കുവാണ്. ആ സമയം ചായയൊക്കെ റെഡിയായി. മുട്ട പുഴുങ്ങിയത് ഒരു ചായയും കൂടെയും കഴിക്കുവാണെങ്കിൽ പിള്ളേരുടെ വിശപ്പൊക്കെ പിടിച്ച് നിൽക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ ചായ കുടിക്കുന്നത്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മോള് ഹോസ്റ്റലിൽ നിന്ന് വന്ന് ഹോസ്റ്റലിലെ വിശേഷങ്ങളും വണ്ടിയിൽ വന്നതിൻ്റെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞു. അവൾക്ക് ഒത്തിരി പറയാനുണ്ടാവും, അവൾക്ക് പറഞ്ഞാലും തീരത്തില്ല അവളുടെ വിശേഷങ്ങൾ. അങ്ങനെയെല്ലാം പറഞ്ഞ് ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് അങ്ങനെ പതുക്കെ ഇരുന്ന്. റോയിച്ചൻ ചായ കുടിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. റോയിച്ചൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് റോയിച്ചനെ കാത്താണ് പിള്ളേരിയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചതിന് ശേഷം നല്ലൊരു സ്പെഷ്യൽ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 250 ഗ്രാമിൻ്റെ ചിക്കനാകട്ടോ. അതിന് 2 സവോള ഫുള്ള് വേണം, അത് അരിഞ്ഞിടുക. ഒരു തക്കാളി അരിഞ്ഞിടുക. 3 ഗ്രീൻ ചില്ലിയും 3 കാശ്മീരി മുളകും, ഓരോ ചെറിയ പിടുത്തം മല്ലിയിലയും പുതിനയിലയും, 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം ഇട്ടൊന്ന് ചൂടായതിന് ശേഷം കാശ്മീരി മുളകും ഉപ്പും കുരുമുളകും തിരുമി വെച്ചായിരുന്നു ചിക്കനിലേക്ക്. അതും ഇട്ട് അതിലേക്കൊരു മാജി ക്യൂബ്സും ഇട്ട് അതിനിത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ എടുത്ത് വെക്കണം. ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ച് അതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അന്നേരത്തേനും എൻ്റെ തുണികളൊക്കെ ഒന്ന് പിള്ളേർ വാഷിംഗ് മെഷീൻ ഇട്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോയപ്പോഴത്തേനും മോളുടെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ അവരതെല്ലാം ചെയ്തോളും കേട്ടോ. അവർ തുണി വിരിച്ചിടാൻ പോവാണ്. അവരത് നന്നായി ഭംഗിയായിട്ട് അവർ ചെയ്തോളും. അവരുണ്ടെങ്കിൽ എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കും. ഒപ്പം നിന്ന് എല്ലാ പണിയും ചെയ്തിട്ട് അവർ പോരുള്ളൂ. അന്നേരത്തേനും പിന്നെ ആ തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് ചിക്കൻ്റെ അകത്തേക്ക് ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും ചിക്കനിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഉപ്പും ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് അതിനെ അങ്ങ് വേവിക്കാൻ വെക്കും. ഒന്ന് വേവിക്കണം നന്നായിട്ട്, കാരണം ഫ്രൈ ചെയ്തേ. പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചതിനെ വേവിച്ചു. അതിനുശേഷം നമ്മൾ കള്ളപ്പത്തിനും നമ്മുടെ പതുക്കെന്ന് തേങ്ങയൊക്കെ ചെയ്ത് വെച്ച് സെറ്റായിട്ട് വന്ന് അതിൻ്റെ കള്ളപ്പത്തിൻ്റെ പാൻ വെച്ച്, ഇത് പത്തിരിയുടെ കല്ലാകട്ടെ വെച്ച്, ഞാൻ പത്തിരിക്കല്ലിലാണെങ്കിൽ 3-4 ഒരുമിച്ച് എനിക്ക് ചുടാലോ. അങ്ങനെ പത്തിരിക്കല്ലിൽ കള്ളപ്പം ചുട്ടെടുത്ത് കള്ളപ്പം ഇങ്ങനെ പതുക്കെ ആവി കയറുമ്പോഴത്തേന് അതിൻ്റെ മുകളിലിങ്ങനെ തുള പോലെ വരും അപ്പത്തിന്. ആ സമയമാകുമ്പോഴത്തേനും അത് നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ കള്ളപ്പവും സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് ഈസിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കാപ്പി കുടിക്കാൻ പോവാണ്. ടാറ്റാ.